ജോയിന്റ് കൗൺസിൽ ഇടുക്കി ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. പൈനാവ് AITUC ഹാളിൽ നടന്ന കൺവെൻഷൻ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി S. സജീവ് ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന ജീവനക്കാർ ജനുവരിയിൽ പണിമുടക്ക് നടത്തും. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക, ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, ക്ഷാമബത്ത, ലീവ് സറണ്ടർ എന്നിവയുടെ കുടിശ്ശിക തീർത്ത് ലഭ്യമാക്കുക, മെഡിസെപ്പ് അപാകതകൾ പരിഹരിക്കുക, കേന്ദ്ര ഗവൺമെന്റിന്റെ സംസ്ഥാനത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന ജീവനക്കാർ ജനുവരിയിൽ പണിമുടക്ക് സംഘടിപ്പിക്കുമെന്ന് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി S. സജീവ് പറഞ്ഞു. പൈനാവ് AITUC ഹാളിൽ ചേർന്ന ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവനക്കാരന് DCRG ഉറപ്പാക്കും, ഫാമിലി പെൻഷൻ ഉറപ്പാക്കും, മിനിമം പെൻഷൻ ഉറപ്പാക്കും. എന്ന് പറഞ്ഞാൽ പഴയ പെൻഷൻ പദ്ധതിയിലുള്ള എല്ലാം ഉറപ്പാക്കി നിയമപരമായ ഒരു പദ്ധതി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. ഇതിനേക്കാൾ ആത്മാർത്ഥമായ ഒരു പ്രഖ്യാപനം വേറെ ഇല്ല. ആ പ്രഖ്യാപനത്തെ നമ്മൾ സ്വാഗതം ചെയ്തു. പക്ഷെ അതിനുശേഷവും എന്തിനാ ജീവനക്കാരന്റെ വിഹിതം പിടിക്കുന്നത്? അപ്പൊ അവസാനിപ്പിക്കണ്ടേ? ബാക്കി പിന്നെ പദ്ധതി പിന്നെ നിങ്ങൾ പ്രഖ്യാപിച്ചാൽ മതി. പക്ഷേ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അവസാനിപ്പിക്കണ്ടേ? നിങ്ങൾ തുടരാത്ത ഒരു പദ്ധതിക്ക് വേണ്ടി പണം പിടിച്ചു വീണ്ടും 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 ബഹുരാഷ്ട്ര കുത്തകകളുടെ മൂലധനം വർദ്ധിപ്പിക്കുന്നതിന് നമ്മുടെ കയ്യിലുള്ള പൈസ മാത്രമാണ് പിടിച്ചു കൊടുക്കുന്നത്. അല്ലല്ലോ. സാമ്പത്തികമായി വല്ലാതെ ദുരിതത്തിലായ കേരളത്തിലെ ഖജനാവിൽ നിന്ന് ഈ 10% തുല്യമായ തുക എടുത്ത് കൊടുക്കേണ്ടി വരികയല്ലേ കുത്തകകൾക്ക്? അവരുടെ മൂലധനം വർദ്ധിപ്പിക്കാൻ പെൻഷൻ ഫണ്ടിലേക്ക് ഗവൺമെന്റ് കൊടുക്കുകയാണ് 10%. അതും 14% മറ്റ് സർക്കാരുകൾ, കേന്ദ്ര സർക്കാരും കൊടുക്കുന്നതെങ്കിൽ അതിലേക്ക് ഈ ഗവൺമെന്റ് എത്തിയിട്ടില്ല. എത്തണമെന്ന് നമുക്ക് അഭിപ്രായവുമില്ല. ഇവിടെ അവസാനിപ്പിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് അത് 14% ആക്കണമെന്ന ഡിമാൻഡിനോട് നമുക്ക് യോജിപ്പില്ല. ആ പിടുത്തം നിർത്തണം. ഖജനാവിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന വിഹിതവും അവസാനിപ്പിക്കണം. എന്നിട്ട് അന്തസ്സായി പുതിയ പദ്ധതി പ്രഖ്യാപിച്ച് ഇടതുപക്ഷ സ്വഭാവമുള്ളതാണ് ഈ ഗവൺമെന്റ് എന്നത് പ്രഖ്യാപിച്ചതല്ലേ, ആ പ്രഖ്യാപനം നടപ്പിലാക്കണ്ടേ? അതുകൊണ്ടാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക എന്ന മുദ്രാവാക്യം ഒന്നാമത്തെ മുദ്രാവാക്യമായി വച്ചത്. ഇതിന്റെ ഭാഗമായി ഡിസംബർ 10, 11 തീയതികളിലെ ജീവനക്കാർ 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന രാപ്പകൽ സത്യാഗ്രഹം സെക്രട്ടേറിയറ്റ് നടയിൽ സംഘടിപ്പിച്ച് പ്രതിഷേധത്തിന് തുടക്കം കുറിക്കും. ജില്ലാ പ്രസിഡന്റ് KS രാഗേഷിന്റെ അധ്യക്ഷതയിൽ നടന്ന കൺവെൻഷനിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ R. രമേശ്, D. ബിനിൽ, സംസ്ഥാന കമ്മിറ്റി അംഗം KV സാജൻ, ജില്ലാ സെക്രട്ടറി R. ബിജിമോൻ, വനിതാ കമ്മിറ്റി ജില്ലാ പ്രസിഡന്റ് ആൻസ് ജോൺ, ജില്ലാ സെക്രട്ടറി CG അജീഷ, ഇടുക്കി മേഖലാ സെക്രട്ടറി NK സജൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. മീഡിയ ടുഡേ ന്യൂസ്, ഇടുക്കി. നാട് മുഴുവൻ ഡിജിറ്റൽ, നാട്ടാരെല്ലാം ഹൗസിംഗിലാണ്. എന്നാ സ്പീഡാ കേരള മിഷൻ, എല്ലാവർക്കും ഇന്റർനെറ്റ്, എല്ലായിടത്തും നെറ്റ്. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.